ലഹരി എന്നാൽ മരണമാണെന്നും അതിൽ ജീവിതമില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. യുവജനങ്ങളെ മയക്കുമരുന്നിന്റെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി കൊച്ചി അമൃത ആശുപത്രിയും കേരള പോലീസും ചേർന്ന് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ലഹരി വിരുദ്ധ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു ഹൈക്കോടതി ജഡ്ജി. ലഹരിയുടെ വഴിയിലൂടെ പോകുന്നവർ തങ്ങളുടെ ജീവിതവും കുടുംബത്തിന്റെ ഭാവിയും കൂടിയാണ് നശിപ്പിക്കുന്നതെന്നും യുവതലമുറയെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാൻ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഓർമ്മിപ്പിച്ചു. കൊച്ചി അമൃത ആശുപത്രിയും കേരള പോലീസും ചേർന്ന് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ലഹരി വിരുദ്ധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. Drugs is a nasty business, nasty habit, and it is a deadly habit. So what do we say now? Drugs is a dirty habit and it is a deadly habit. You choose drugs, you choose death for certain. Drugs ഉപയോഗിച്ച് ആരും ജീവിച്ചിരുന്നിട്ടില്ല. അവർ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഡ്രഗ്സിന്റെ എഫക്റ്റിൽ കുറച്ചു കാലം ഇങ്ങനെ ജീവിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവാം. They are not living. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലഹരി കേസുകളിൽ പിടിയിലായവർക്കെതിരെ കാപ്പ ചുമത്താൻ ആലോചിക്കുന്നുണ്ടെന്നും കോൺസ്റ്റബിൾ മുതൽ DGP വരെ ഒറ്റക്കെട്ടായി നീങ്ങി 70,500-ലധികം ആളുകളെ ഇതുവരെ അറസ്റ്റ് ചെയ്തെന്നും മന്ത്രി അറിയിച്ചു. ആദിവാസി മേഖലകളിലെ ആരോഗ്യബോധവൽക്കരണത്തിനും ചികിത്സാ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുമുള്ള പ്രത്യേക പദ്ധതിയുടെ ഉദ്ഘാടനവും തൂഫാൻ പ്രതിജ്ഞയും ചടങ്ങിൽ നടന്നു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജനം, കൊച്ചി.